പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നിങ്ങൾക്കെല്ലാം അവധിക്കാലമായല്ലോ അല്ലേ? അവധിക്കാലം രസകരമാക്കാം. ഈ കഥ കേൾക്കൂ. സ്കൂൾ അടച്ചു. ഇനി കൂട്ടുകാരെ കാണാൻ, കൂട്ടുകൂടി കളിക്കാൻ എത്ര ദിവസം കഴിയണം? ജിമ്മനാന നിരാശയോടെ പറഞ്ഞു. നിനക്കൊക്കെ സ്കൂളുണ്ടാവുകയാണ് ഭേദം. ഇല്ലെങ്കിൽ ഇവിടെ മറിച്ചു വയ്ക്കും. അമ്മയാന വേവലാതിയോടെ പറഞ്ഞു. അതെ അതെ, ഇനി സ്കൂൾ തുറക്കും വരെ ഒരു സ്വൈര്യവുമില്ല. ജിഫ്രി കാട്ടെരുമയും പറഞ്ഞു. വേനൽ ചൂട് അധികമായതിനാൽ ഇത്തവണ സ്കൂളിൽ അവധിക്കാല പരിശീലനമില്ല. പിങ്കുമാൻ വിഷമത്തോടെ പറഞ്ഞു. നമുക്ക് വനപഞ്ചായത്തിനോട് കുട്ടികൾക്കായി എന്തെങ്കിലും പരിശീലനം വയ്ക്കാൻ പറഞ്ഞാലോ? ചിമ്പുക്കുരങ്ങൻ ചോദിച്ചു. അത് നല്ല ഐഡിയയാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവർ പഞ്ചായത്ത് അംഗം ജിമ്മി പശുവിനെയും കൂട്ടി പ്രസിഡന്റിനെ കാണാൻ പോയി. വലിയൊരു പന്താണ് അവരെ സ്വീകരിച്ചത്. ദേഹത്ത് വന്ന് തെറിച്ചു വീണ പന്ത് പിടിച്ചുകൊണ്ട് അവർ അകത്തേക്ക് ചെന്നു. ഏയ്, വീട്ടിനകത്ത് പന്ത് കളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് ലോലംപുലി മകനോട് ചോദിച്ചു. വന്നവരോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെയും പ്രശ്നം ഇതൊക്കെ തന്നെയാ, കണ്ടില്ലേ? നമുക്ക് കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാം. അങ്ങനെ അവർ വനപഞ്ചായത്ത് വക വിശാലമായ പാർക്ക് വൃത്തിയാക്കി അവിടെ പരിശീലനം നടത്താൻ തീരുമാനിച്ചു. കുട്ടികളെല്ലാം ഉത്സാഹത്തോടെ വന്നു ചേർന്ന് കാട് പിടിച്ച് കിടക്കുന്ന പാർക്ക് വൃത്തിയാക്കിയപ്പോൾ നല്ല തണലും തണുപ്പും. ഓട്ടം ചാട്ടം മരങ്കയറ്റം പന്തുകളിയും. കുട്ടികൾ ഉത്സാഹത്തോടെ ഓട്ടത്തിനും ചാട്ടത്തിനും മരം കയറ്റത്തിനും ഒക്കെ എത്തി. ഓട്ടവും ചാട്ടവും പന്തുകളികളും ഓടിപ്പിടുത്തവും മാങ്ങയേറും ഊഞ്ഞാലിലാട്ടം മരങ്കേറ്റവും ഓരോ മൃഗങ്ങളും ആസ്വദിച്ചു. ചക്കയും മാങ്ങയും മറ്റു പഴങ്ങളും ധാരാളമുള്ള പാർക്ക് അവർക്ക് വലിയ ഇഷ്ടമായി. സമീപമുള്ള ചെറിയ കുളം വൃത്തിയാക്കിയപ്പോൾ കുടിക്കാനും കുളിക്കാനും നീന്തി തുടിക്കാനുമുള്ള വെള്ളവും കിട്ടി. നീന്തൽ അറിയാത്തവരെ പരിശീലിപ്പിക്കാനും കഴിഞ്ഞു. ആവേശത്തോടെ മൃഗക്കുട്ടികൾ ഉറക്കെ പാടി. ആടാം പാടാം കളിയാടാം അവധിക്കാലം രസമാക്കാം, കൂട്ടുകാരോടൊപ്പം കൂടി കൂത്തടിച്ചു കളിച്ചിടാം. അത് കേട്ട് മാതാപിതാക്കളും സന്തോഷിച്ചു.